സോ ഹായ് ഗൈസ്, കുറച്ചധികം പേര് എൻ്റെ അടുത്ത് പറയുന്നു യൂട്യൂബിൽ റിവ്യൂസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോൾഫ് മാർക്ക് ടൂടിയും അതുപോലെ തന്നെ E38 റിവ്യൂ ആണ്. അപ്പോൾ ആസ് യു ഗൈസ് നോ, എൻ്റെ ഗോൾഫ് വർക്ക്ഷോപ്പിലാണ് കുറച്ചധികം നാളായിട്ട്. സോ ഐ തോട്ട് വൈ നോട്ട് നമുക്ക് ഗോൾഫ് GTI ദാറ്റ് ഈസ് മാർക്ക് 8.5 റിവ്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. സോ കം ഓൺ, ദിസ് ഹിയർ ഇസ് മൈ ഫ്രണ്ട് അദ്വൈത് ദ ഫാമിലി. സോ നമ്മളുടെ അദ്വൈത് എന്ന് പറയുന്നത് കല്യാൺ സിൽക്സിൻ്റെ മോനാണ് ആൻഡ് അവൻ്റെ പേഴ്സണൽ ഡെയിലി ഡ്രൈവറാണ് ഗോൾഫ് GTI. സോ അദ്വൈത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഗോൾഫ് GTI? ഇപ്പോൾ GTI എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പോളോ 1.8 ഉണ്ടായിരുന്നു GTI. അതിപ്പോൾ ഞാൻ സ്റ്റേജ് 3 400 ഹോഴ്സ് പവറിലേക്ക് ട്യൂൺ ചെയ്ത വണ്ടിയായിരുന്നു. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ കപ്പാസിറ്റി മനസ്സിലായപ്പോൾ കുറച്ചുകൂടി ബിഗർ എഞ്ചിനും കുറച്ചുകൂടി ട്യൂണർ ഫ്രണ്ട്ലി ആയ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറാമെന്ന് വെച്ചിട്ടാണ് ഗോൾഫ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ എടുക്കാൻ തീരുമാനിച്ചത്. ഓക്കെ. അപ്പോൾ കുറച്ചുകൂടെ എന്താ പറയാ, ഒരു 400 മാർക്കിന്ന് കുറച്ചുകൂടെ ഹെവി മാർക്കിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടല്ലേ കൂടാന്നുള്ള ഇതിൽ. സോ ഇതിന്റെ ഒരു സ്റ്റേജ് 3 ഫിഗേഴ്സ് ഒരു ലൈക്ക് ആവറേജ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടൂലേ? എങ്ങനെ സ്റ്റോക്ക് ഇന്റേണൽസിലാണോ? സ്റ്റോക്ക് ഇന്റേണൽസ് നമുക്ക് 550-600 പുഷ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരു ഫോർജ്ഡ് ഇന്റേണൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 700-800. ഓക്കെ. സോ അതുകൊണ്ടാണ് മെയിൻലി ചൂസ് ചെയ്തേക്കുന്നത്. ആസ് ഓഫ് നൗ ഇതുവരെ വണ്ടി ഓടിച്ചതിനെ പറ്റി വണ്ടിയുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഓവറോൾ ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ കമ്പയർ ചെയ്യാനാണെങ്കിൽ പ്രീവിയസ് പോളോ GTI മാത്രമേ ഉള്ളൂ. അപ്പോൾ പോളോ GTI വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടി ഭയങ്കര റിഫൈൻഡ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഹാൻഡിലിംഗ് ഉണ്ട്. വണ്ടി നല്ല സ്റ്റോക്ക് പോളോ GTIനേക്കാൾ ഓബിയസ്ലി വലിയ എഞ്ചിനാണ്, അപ്പോൾ നല്ലോണം കയറുന്നുണ്ട്, ഡെയിലി ഡ്രൈവബിൾ ആണ്. മറ്റേ പോളോ GTI സ്റ്റോക്കിൽ ചാടിയാണ് പോവുക. അപ്പോൾ ഇത് ഭയങ്കര വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാർ ഇസ് വെരി റിഫൈൻഡ് ആണ്. ഓക്കെ. അതെ, കുറച്ചുകൂടെ കാം ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം GTI. കാമാണ്, പക്ഷെ എന്നാൽ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഓക്കെ, ആവശ്യം വരുമ്പോൾ കാമൊക്കെ എടുത്ത് കളയാൻ പറ്റും. ഓക്കെ. പിന്നെ വാട്ട് ഈസ് സംതിങ് ദാറ്റ് യു പേഴ്സണലി ലൈക്ക് അബൌട്ട് ദി അപ്പിയറൻസ് ഓഫ് ദി കാർ? അപ്പിയറൻസ് ഓഫ് ദി കാർ, വണ്ടി ഞാൻ ബ്ലാക്ക് ചൂസ് ചെയ്യാൻ കാരണം വണ്ടി ഒരു സ്റ്റെൽത്തി ഫീൽ കിട്ടും വണ്ടിക്ക്. പിന്നെ കാർ അപ്പിയേഴ്സ് ടു ബി ലോ, പക്ഷെ എന്നാൽ അങ്ങനെ എല്ലാ സ്ഥലത്തും അടിയിടിക്കുന്ന കാറ്റഗറിയിലല്ല. ഓക്കെ. അപ്പോ പിന്നെ അവര് പുതിയ ഇലൂമിനേറ്റഡ് ഗ്രില്ലും ആക്ച്വലി അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോ മറ്റേ എന്താ പറയാ കീലെസ് എൻട്രി ഒക്കെ ഉള്ള ഓപ്ഷൻ ആവും. ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗോൾഫ് ഇപ്പോൾ 250 മോഡൽസ് ആ ഒരു ഇതിന്റെ അടുത്താണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു അലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ടാസ്ക് ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് EVME എന്നാണ് വണ്ടി കിട്ടി. നമ്മൾ അവരുടെ കുറെ വണ്ടികൾ എടുത്തിരിക്കണ കാരണം അങ്ങനത്തെ ഒരു പ്രിഫറൻസ്. ഓക്കെ. പിന്നെ റോഡ് പ്രസൻസിന്റെ സൈഡിൽ എങ്ങനെയാണ്, ലൈക്ക് ഈ ഒരു വണ്ടി കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർക്ക് അധികം നോട്ടീസ് ചെയ്യണ്ടോ? സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം കാരണമാണെന്ന് അറിയില്ല. ഞാനിപ്പോ ബാക്കി ഏത് വണ്ടി എടുത്ത് ഇറങ്ങുകയാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ അത് അപ്പൊ പ്രസൻസ് നല്ലോണം ഉണ്ട് വണ്ടിക്ക് നമ്മുടെ ഇതില്. ഓക്കെ. സോ ആരെങ്കിലും എന്റെ അടുത്ത് വന്നിട്ട് ബ്രോ ഇത് പോളോ ആണോന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? പോളോ ആണോന്ന് ചോദിച്ചിട്ടില്ല ഭാഗ്യത്തിന്, പക്ഷെ ആൾക്കാർ ഏതാ വണ്ടി എന്ന് ചോദിച്ചു അറിയാൻ വേണ്ടിട്ട്. ഓക്കെ. സോ അത് ആക്ച്വലി ബെറ്റർ ആണ്. കാരണം ഞാൻ ഗോൾഫ് എടുത്ത പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് മാർക്ക് 2 ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള 800 ആണെന്നാണ്, മോഡിഫൈഡ് 800 ആണെന്നാണ്. സോ പോളോ അല്ലാന്ന് ആരും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വാട്ട് അബൌട്ട് ദി സ്റ്റോക്ക് പെർഫോമൻസ് ഓഫ് ദി കാർ? സ്റ്റോക്ക് പെർഫോമൻസ് ആസ് ഐ സെഡ്, വണ്ടി വളരെ ഫാസ്റ്റ് ആണ്, ബട്ട് ഇറ്റ്സ് ഓൾസോ വെരി റിഫൈൻഡ്. ഫീലിംഗ് ഒക്കെ അവരെടുത്ത് കളഞ്ഞു. വണ്ടി ഭയങ്കര ഡെയിലി ഡ്രൈവബിൾ ആക്കി. പിന്നെ ഗോൾഫ് എടുക്കുന്ന മിക്ക ആൾക്കാരുടെ കമന്റ് സെക്ഷനിലും വരുന്നത് വണ്ടി ഭയങ്കരമായിട്ട് ഓവർ പ്രൈസ്ഡ് ആണ്, ഓവർ ഹൈപ്ഡ് ആണ്, അങ്ങനത്തെ കുറേ കമന്റ്സ് ആണ് ഞാൻ മിക്കതും കണ്ടിട്ടില്ല. ഗോൾഫ് ഇറങ്ങിയപ്പോൾ ആ ഒരു പ്രൈസിന്റെ റിവ്യൂലോട്ട് ഞാൻ കണ്ടതാണ്. കാരണം എക്സ് ഷോറൂം 63-65 ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ തന്നെ ഭയങ്കര ഓവർ റേറ്റഡ് ആണ് ഒരു ഹാച്ച് ബാക്ക്. ഇത് എന്താണ് 4 സിലിണ്ടർ എത്ര വില? അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അത് ഇപ്പൊ ഇത് പ്യൂർലി എൻതൂസിയാസ്റ്റിക് കാർ. അപ്പൊ നമ്മൾ ഈ വണ്ടിനോട് ഇത്രയും ക്രേസ് ഉള്ള ആൾക്കാരും വണ്ടി ഇത്ര ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ആൾക്കാരും മാത്രമേ വണ്ടി എടുക്കുള്ളൂ. ഇത് ഒരു രീതിക്കും ഒരു സിംഗിൾ കാർ ആയിട്ട് അത്ര സുഖമായിട്ട് ഈ വിലക്കുള്ള വണ്ടി ഉണ്ടോന്ന് ചോദിച്ചാൽ അതിപ്പോഴും ഡൗട്ട്ഫുൾ ആണ്. പക്ഷെ നമ്മൾ ഈ വണ്ടീനെ ഇത്ര ഇഷ്ടപ്പെടുന്ന കാരണവും സോ ഈ വണ്ടീനോട് എനിക്ക് ഗോൾഫ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മുതലേ ഞാൻ മാർക്ക് 7 മുതലേ ഞാൻ പുറത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കാരണം ഗോൾഫിന്റെ പ്ലാറ്റ്ഫോം എത്ര കേപ്പബിൾ ആണെന്നുള്ളത് അറിയാം. നമുക്ക് ഇവിടെ എടുത്തിട്ട് ഇടാന്നുള്ളത് ആ ഒരു ലെഗസി തന്നെ ഗോൾഫിന്റെ ലെഗസി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ വണ്ടിയുടെ ആ ഒരു ലെഗസി മനസ്സിലാക്കാൻ പറ്റുന്നതും പിന്നെ വണ്ടിയുടെ കേപ്പബിലിറ്റി എന്തൊക്കെയാന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രൈസ് അത്രയ്ക്ക് ഒരു വലിയൊരു വിലയായിട്ട് തോന്നില്ല. പിന്നെ എക്സ്ക്ലൂസീവ് ആണല്ലോ ബേസിക്കലി, വളരെ കുറച്ച് വണ്ടി ഒരു കളക്ടേഴ്സ് ഐറ്റം ആണ്. വണ്ടി ഇനി കിട്ടൂല എന്നാണ് ഇതുവരെ പറഞ്ഞേക്കണത്.
നമുക്ക് വണ്ടി പ്രൊഡക്ഷൻ കഴിഞ്ഞു. അതെ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ കയ്യിലെണ്ണാൻ പറ്റുന്ന വണ്ടികളായിരിക്കും മിക്കതും ഉണ്ടാവുക. അതും ഇന്നൊരു സ്പെക്കിൽ ഒരു ബ്ലാക്ക് സ്പെക്ക് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും കയ്യിലെണ്ണാൻ പറ്റുന്ന വണ്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതന്നെ ഒരു വലിയൊരു ഫീച്ചർ ആണല്ലോ, ഐ മീൻ ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം ഇപ്പോൾ ഇത്ര ലക്ഷം കൊടുത്താലും ഇപ്പോൾ ഈ ഒരു സെയിം പ്രൈസ് റേഞ്ചിലാണ് തോന്നുന്നുണ്ടോ എനിക്ക് മറ്റേ M340 ഒക്കെ വരുന്നത്, ക്ലോസ് ടു 1 crore ആ ഒരു സെഗ്മെന്റിലാണ്, സബ് 1 crore സെഗ്മെന്റിലാണ്. ബട്ട് എന്താ പറയുക, ഇത്രയ്ക്ക് എക്സ്ക്ലൂസിവിറ്റി ആ ഒരു വണ്ടിക്ക് കിട്ടില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ കമ്പറ്റീറ്റർ ആയിട്ട് ഇപ്പോൾ കറൻ്റ്ലി യൂസ് മാർക്കറ്റിൽ കാണുന്നത് നമ്മുടെ VRS 245 ഒക്കെയാണ്. അതിനോ ദാറ്റ്സ് നോട്ട് കമ്പാരിസൺ, കാരണം അതൊരു സെഡാനാണ്, ഇതൊരു ഹാച്ച് ബാക്ക് ആണ്. അപ്പോൾ അങ്ങനെ ലൈക്ക് നോക്കുമ്പോൾ എന്താണ് അഭിപ്രായം? VRS കുറച്ചുകൂടി ട്യൂണർ ഫ്രണ്ട്ലി ആണ്. കാരണം ഇത് ഓബിയസ്ലി അറിയാവുന്ന പോലെ ECUവും TCUവും രണ്ടും ലോക്ക്ഡ് ആണ്. പിന്നെ VRS നമുക്ക് ഇതിനേക്കാളും സത്യം പറഞ്ഞാൽ കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടി കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആണ്. പക്ഷെ എന്നാലും ആ GT എന്ന് പറഞ്ഞ ബ്ലഡ് ലൈൻ ഉണ്ടല്ലോ, അതിനാണ് പ്യോർലി വണ്ടി ആൾക്കാർ വാങ്ങുന്നത്. എക്സാക്ട്ലി, അതാണ് ലൈക്ക് എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗോൾഫിന്റെ ലെഗസിക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈ സാധനം എടുക്കണേ. ഇനി വാട്ട് ഓൾ ഡു യു ഹാവ് പ്ലാൻ ഫോർ ദിസ് കാർ? സോ റൈറ്റ് നൗ ഞാൻ ഇപ്പോൾ വണ്ടി കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ആണൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ നമ്മുടെ അൺലോക്സ് വരുമല്ലോ, ECUവും TC അൺലോക്ക് വരുമ്പോൾ എനിക്കൊരു സ്റ്റേജ് 3 ഉടനെ തന്നെ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. വേറെ എന്തൊക്കെയാണ് ഇതിൽ മാറ്റാൻ ആഗ്രഹമുള്ളത്? സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് എഞ്ചിനകത്ത് ബാക്കിയെല്ലാം മാറും. സ്റ്റോക്ക് ഇന്റേണൽസ് ചെയ്യാനാണോ? സ്റ്റോക്ക് ഇന്റേണൽസിന് അത്രയ്ക്കുള്ള ഒരു ലിമിറ്റിലൊക്കെ നിൽക്കാന്നില്ല. സ്റ്റോക്ക് ഇന്റേണൽസിൽ ഞാൻ ടർബോ, ഇന്റർകൂളറും ചാർജ് പൈപ്പ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ചെയ്യാനുള്ള പരിപാടി. അപ്പോ സ്റ്റോക്ക് ഇന്റേണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം റിലയബിൾ ആയിരിക്കും, പണികളൊന്നും കിട്ടില്ല, നല്ല പവറും കിട്ടും. ഞാനിപ്പോ ഒരു ആദ്യം 450-500 റേഞ്ചിൽ പിടിച്ചു കഴിഞ്ഞാൽ അധികം പ്രശ്നം വരില്ല. ഇപ്പോ ഇതിന്റെ ഹോഴ്സ് പവർ ഫിഗേഴ്സ് എങ്ങനെയാണ് സ്റ്റോക്കിൽ വരുന്നത്? ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൻ ഇതൊരു 285 ആണ് ഇപ്പോ സ്റ്റോക്ക് പവർ വരുന്നത്. വെയിറ്റ് കുറവാണ്, ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും. പിന്നെ ഹൗ ഡസ് സസ്പെൻഷൻ ഫീൽ? സസ്പെൻഷൻ ഈസ് വെരി കംഫർട്ടബിൾ. പക്ഷേ ഈ കോർണറിംഗ് കംഫർട്ടബിൾ ആണെങ്കിലും ഇറ്റ് ഈസ് ഹാൻഡ്ലിംഗ് ദ കോർണേഴ്സ് വെരി വെൽ. അപ്പോ കോർണറിംഗ് ഉണ്ട് വണ്ടിക്ക് നല്ലോണം. മിക്കവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ കംഫർട്ടബിൾ ആണെങ്കിൽ പെർഫോമൻസ് കിട്ടില്ല, പെർഫോമൻസ് ഉണ്ടെങ്കിൽ കംഫർട്ട് കിട്ടില്ല. അപ്പോൾ വണ്ടി ബാലൻസ് ആണ്, പ്രോപ്പർ ബാലൻസ് ഉള്ള ഒരു വണ്ടിയാണ്. പിന്നെ നെക്സ്റ്റ് തിങ്, ബ്ലാക്ക് വണ്ടികളുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് നല്ല ബുദ്ധിമുട്ടായിരിക്കില്ല. ഒന്ന് പുറത്ത് വരുമ്പോഴേക്കും ചെളിയാവുന്നുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നടക്കേണ്ടി വരും. തൽക്കാലം ഇതിലൊരു സിറാമിക് ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പിന്നെ സോ ഗൈസ്, ഇത് നമ്മളിപ്പോൾ അദ്വൈതിൻ്റെ വീട്ടിലാണ്. ദീസ് ആർ ഹിസ് കാർസ്. അപ്പോൾ വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊക്കെ അവൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത്രയ്ക്ക് യൂണീക്ക് ആയിട്ടുള്ള വണ്ടികളാണ്. യു ക്യാൻ സീ എൻ XM ഓവർ ദെയർ. പിന്നെ നമ്മുടെ V12 മേവാക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗോൾഫ് GTI വിച്ച് നമ്മൾ റിവ്യൂ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ബാക്കി പരിപാടികളൊക്കെ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് നോക്കാം. ഇതിലേക്ക് വരുമ്പോൾ ഇത് ലൈക്ക് ഇപ്പോൾ വേർച്ചസിന്റെ പ്ലാറ്റ്ഫോം, അതുപോലെ ടൈഗറിന്റെ പ്ലാറ്റ്ഫോം, അതിലൊക്കെ സിമിലർ ആയിട്ടുള്ളൊരു വീൽ തന്നെയാണ് വരണേ തോന്നുന്നുണ്ടല്ലേ? അതെ, പക്ഷെ നമ്മൾ രണ്ടും പിടിച്ചു നോക്കുമ്പോൾ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എന്നാലും പാറ്റേണും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അറ്റ്ലീസ്റ്റ് ഇത്രയ്ക്കൊരു എന്താ പറയാ ടോപ്പ് ഓഫ് ദി ലൈൻ വണ്ടി വരുമ്പോഴെങ്കിലും അവർക്കൊന്ന് കുറച്ചുകൂടെ ഇതായി കൊടുക്കാൻ. പുറത്തൊക്കെ വരുന്നത് ഇവിടെയൊക്കെ ടച്ച് കൺട്രോൾസ് ഒക്കെ ആയിരുന്നു. പക്ഷെ അത് അവർ കംപ്ലൈന്റ് ആയിട്ട് അവർ ഗ്ലോബലി ഇങ്ങനത്തെ ബട്ടൺസ്. അതെ, ഞാനൊരു റീൽ എന്തോ കണ്ടായിരുന്നു. അപ്പൊ പാഡൽ ഷിഫ്റ്റേഴ്സ് എങ്ങനെ എക്സ്റ്റൻഡേഴ്സ് ഉണ്ടോ അതില്? ഇല്ല, ഇതിപ്പോ സ്റ്റാൻഡേർഡ് ഇങ്ങനെയാണ്, ചെറുതായിട്ടുള്ള തന്നെയാ വരുന്നത്. ഇത് സെയിം ഇങ്ങനെ തന്നെയാ വരുന്നത്. ഓക്കെ. അപ്പോ അത് നമ്മുടെ എക്സ്റ്റൻഡേഴ്സ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി. അതെ, പാഡൽസ് യൂസ് ചെയ്യാൻ സുഖമാണ്. നീ പാഡൽസ് യൂസ് ചെയ്തിട്ടാണോ അതോ നോർമൽ ആയിട്ടാണോ ഓടിക്കാറ്? പാഡൽസ് ഉപയോഗിച്ചിട്ട് മാത്രമേ ഓടിക്കാറുള്ളൂ. ദാറ്റ്സ് ദി ആൻസർ ഐ വാസ് ലുക്കിംഗ് ഫോർ. ഗൈസ്, മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടിന്റെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹൗ യു ഡ്രൈവ് ഇറ്റ്. പാഡൽ ഷിഫ്റ്റേഴ്സ് ഉള്ളപ്പോൾ നിങ്ങൾ പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യുക. എൻ്റെ ചേച്ചി എൻ്റെ N-Line ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി, ഡെയിലി ഡ്രൈവ് പോലെ എടുത്ത C-ക്ലാസ്സിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. എൻ്റെ പുള്ളിക്കാരിക്ക് അത് വോളിയം +N- ആയിരുന്നാണ് എൻ്റെ ചേച്ചി ഇത്ര നാൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഇത് അമർത്തിക്കഴിഞ്ഞാൽ വേണ്ടി ഗിയർ ഡൗൺ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു റിയലൈസേഷൻ വന്നേ. പക്ഷേ നമ്മൾ ചേച്ചീനെ ഇനി പാഡൽ ഷിഫ്റ്റേഴ്സ് വെച്ച് പഠിപ്പിക്കുന്നതായിരിക്കും. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിൽ ഫീച്ചേഴ്സ് വരുന്നത് ഇന്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ? ലൈക്ക് സംതിങ് ദാറ്റ് യു റിയലി ലൈക്ക് അബൌട്ട് ദിസ്? ഇന്റീരിയർ നമ്മളിപ്പോൾ പറയുന്നത്, സോ കാർ ഇസ് കൺട്രോൾഡ് കംപ്ലീറ്റ്ലി ഫ്രം ദി സ്ക്രീൻ ഹിയർ. നമ്മൾ എയർ കണ്ടീഷൻ മുതൽ എല്ലാം ഒറ്റ ഇതാണ്, വേറെ സിംഗിൾ ആയിട്ട് ബട്ടൺസ് ഒന്നുമില്ല. ഇവിടെ 4 ടച്ച് ബട്ടൺസ് ഉണ്ട്. സോ ഒക്കെ ഒറ്റ ഇതിലേക്ക് ഇന്റഗ്രേറ്റഡ് ആണ്. അതപ്പോൾ നമുക്കൊരു പ്ലസ് ആണ്, അതേപോലെ ഒരു നെഗറ്റീവ് ആണ്. ബിക്കോസ് നമുക്കൊരു സാധനം തപ്പിപ്പിടിച്ചെടുക്കുമ്പോഴത്തേക്കും വൈകുന്നേരം ഇന്ന് സാധനം കിട്ടുമ്പോഴത്തേക്കും. ഞാൻ അതാണ് ചോദിക്കാൻ നിൽക്കണ്ടായിരുന്നു, കാരണം എല്ലാം ഒന്നിലേക്ക് ആകുമ്പോൾ പാട്ട് മാറ്റി ഇതിലേക്ക് മാറ്റി അതുമ്പോഴത്തേക്കും കുറച്ച് ഇതാണ്. ഹൈവേയിൽ നമ്മൾ ലൈക്ക് ഇത്തിരി ട്രാഫിക് ആയിട്ടുള്ള പ്ലേസിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് അതൊരു തലവേദനയായി തോന്നും. പക്ഷേ
പക്ഷെ മറ്റേ നമ്മുടെ ഇവിടുത്തെ മിനിമലിസ്റ്റിക് മിനിമലിസ്റ്റിക് ലുക്ക് വന്നു ഇവിടേക്ക്, ഈ ബട്ടൺസ് ഒക്കെ കുറച്ച്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ സീറ്റ്സിന്റെ ഒക്കെ കംഫർട്ട് എങ്ങനെയാ ഫീൽ ചെയ്തിട്ടുള്ളത്? സീറ്റ് ബക്കറ്റ് സീറ്റ്സ് ആണ്, വെരി കംഫർട്ടബിൾ. നമ്മൾ A45 വരുന്നത് ഇരിക്കാൻ പറ്റില്ല ബക്കറ്റ് സീറ്റിൽ. ഈ ബക്കറ്റ് സീറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആക്ച്വലി ഡെയിലി ഡ്രൈവബിൾ ആണ്, നമ്മളെ സ്ഥലത്ത് പിടിച്ചിരുത്തുകയും ചെയ്യും. ബോത്ത് പർപ്പസസ് ഇവിടെ നടക്കും. ഓക്കെ. പിന്നെ ഇപ്പൊ എത്ര കിലോമീറ്റേഴ്സ് ഓടിച്ചു? അടിച്ചു പോയോ ഗൈസ്? വണ്ടി ഞാൻ ഓൾമോസ്റ്റ് 1200-1300 കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ടുള്ളൂ. ഞാൻ വണ്ടി എടുത്തിട്ട് ദുബായി പോയി. അപ്പോ ഞാൻ പിന്നെ വരുമ്പോ ഗ്യാപ്പിൽ വരുമ്പോ മാത്രമാണ് ഓടിക്കാറ് വണ്ടി. ഓടിക്കുമ്പോ അത്ര ഓടിച്ചിട്ടുള്ളൂ. ഓക്കെ. ഈ ഞാനിപ്പോ ചോദിക്കാൻ പോണ കാര്യം ഒരാളും ഒരു എന്താ പറയാ ഓട്ടോമോട്ടീവ് എന്തൂസിയസ്റ്റിന്റെ അടുത്ത് ചോദിക്കാൻ പാടാത്ത കാര്യമാണ്. പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഇതിപ്പോ അതുകൊണ്ട് മാത്രമേ ഞാൻ ചോദിക്കണില്ല. എനിക്ക് നല്ല ഇടി കിട്ടും. മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? അടിപൊളി. മൈലേജ്, വണ്ടിക്ക് മൈലേജ് എന്ന് പറയുന്ന സാധനമില്ല. എനിക്ക് 3-4 മര്യാദയ്ക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നത്. ഒന്ന് സ്പോർട്സ് മോഡിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2-2.5 എന്നൊക്കെ പറയുന്ന മൈലേജ് വണ്ടി. സോ ബേസിക്കലി ലിറ്റർ പെർ കിലോമീറ്റർ അല്ലേ? അത്രേ കിട്ടുള്ളൂ. അത് നമ്മൾ ഈ 2 ലിറ്റർ വണ്ടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ വണ്ടി എടുക്കുമ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നു. വീട്ടില് വേറെ മറ്റേ XM ഒക്കെ ഉള്ളതല്ലേ? XM വേണ്ട, വേറെ ഏതൊക്കെയാ വണ്ടികളുള്ളത് വീട്ടില്? വീട്ടിലിപ്പോ നമുക്ക് കുറച്ച് വണ്ടികളുണ്ട്. മേബാക്കും പിന്നെ മെയ്ബാക്ക് V12 തോന്നുന്നു. V12 അത് ഇതിന്റെ മൈലേജ് ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റിയത് മേബാക്ക് ആയിട്ടാണ്. കാരണം അതിലേക്ക് കിട്ടുന്ന മൈലേജ് തന്നെ ഇതിലേക്കും കിട്ടുന്നത്. XM ഒക്കെ നല്ല മൈലേജ് ഉണ്ട്. ഒരു 45-50 ഒക്കെ സുഖമായിട്ട് എനിക്ക് കിട്ടും അതില്. 40 എന്റെ ഇവിടുത്തെ എല്ലാ വണ്ടികളും കമ്പയർ ചെയ്ത് അത്ര കിട്ടില്ലല്ലോ. ബട്ട് കമോൺ, V12 എഞ്ചിനുള്ള ഒരു വണ്ടിയുടെ അത്ര കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what do you have to say about that? Like അത് എനിക്കറിയില്ല. ഐ തിങ്ക് ഈ വണ്ടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടീഷ് സ്പെക്കാ വണ്ടി വന്നേക്കണേ. നമ്മുടെ ഇവിടേക്ക് വരുമ്പോ മാറണതാണ്. എന്റെ ഫ്രണ്ട് ഉണ്ട്, ആള് മര്യാദക്ക് വണ്ടി ഓടിച്ചു. ആളുടെ ഗോൾഫ് ആൾക്ക് എന്നിട്ട് 7 കിട്ടിയുള്ളൂ. മര്യാദക്ക് ഒരേ സ്പീഡിൽ ഹൈവേ കൂടി ഓടിച്ചിട്ട് 7 കിട്ടിയിട്ടുള്ളൂ. നമ്മൾ സിറ്റി പോകുമ്പോ എനിക്ക് ഇതുവരെ ടോപ്പ് 4 കിട്ടിയിരിക്കണം. അതിന് മുകളിൽ എന്റെ അമ്മേ. അപ്പൊ ഒരു ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 3.5 ആയിട്ട് പിടിക്കാല്ലേ? 4 പിടിക്കാം നമുക്ക് ഓൺ എ ഗുഡ് ഡേ. പക്ഷേ നമ്മളൊക്കെ ഓട്ടോമോട്ടീവ് എന്തൂസിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് ആ ഒരു 4 ലൈക്ക് ലൈറ്റ് ഫുട്ടിൽ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ? എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു വണ്ടി മേടിച്ചിട്ട് ആരും അങ്ങനെ പിടിക്കില്ല. അതെ. അപ്പൊ അതാണ് ഇപ്പൊ കമന്റ് സെക്ഷനിലെ മിക്ക 4 മൈലേജ് കിട്ടിട്ട് എന്തിനാ മോനെ നീക്ക് വണ്ടി അടിക്കണമെന്ന് ചോദിച്ച് കുറച്ചധികം പേര് വരും. അപ്പൊ അവരുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ എൻലൈൻ ആണ്. ഇറ്റ്സ് നോട്ട് ഈവൻ ക്ലോസ്. ദാറ്റ്സ് എ 3 സിലിണ്ടർ. അതുവരെ എനിക്ക് മെല്ലെ ഓടിക്കാൻ തോന്നില്ല. കാരണം ഇറ്റ് ഗീവ്സ് എ റിയലി സ്പോർട്ടി വൈബ്. പിന്നെ ഇനി നമുക്ക് തിരിച്ച് വണ്ടിയുടെ പുറത്തേക്ക് വരാം. എന്നിട്ട് ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് എങ്ങനെയുണ്ടെന്ന് കേട്ട് വെക്കാം. അതിനു മുന്നേ ഇതിന്റെ മൈലേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഇതിലേക്ക് കാണാം 3.8 ആണ് കിട്ടുന്നത്. അബി പ്ലീസ് കാണിച്ചു കൊടുക്കൂ. ഓക്കെ, 3.8. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ എക്സോസ്റ്റിന്റെ എങ്ങനെയാണ് സംഭവം? അത് സ്പോർട്സ് മോഡ് ഈക്വലി ഡിഫർ ആവുണ്ടോ? ഇത് നമ്മള് എക്സോസ്റ്റിന് വാൽവ്സ് ഇല്ല, ഫാക്ടറി വാൽവ് വരുന്നില്ല. അപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ബേബിൾസും കാര്യങ്ങളൊക്കെ വരും. കുറച്ചുകൂടി ഒരു അഗ്രസീവ് ടോണിലേക്ക് പോകും സ്റ്റോക്ക് എക്സോസ്റ്റ്. അല്ലാണ്ട് അധികം വേറെ ഇതില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കി പോയിട്ട് എക്സോസ്റ്റ് എങ്ങനെ നോക്കിയിട്ട് വരാം. സോ ഗൈസ്, ഗോൾഫ് GTയുടെ എക്സോസ്റ്റ് നമുക്ക് കേട്ട് നോക്കാം. ലൈവ് അതുവരെ ഒന്ന് പൊട്ടിച്ചേ. സോ സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ്, അതിൽ തന്നെ ബർബിൾസ് വരുന്നുണ്ട്. ജസ്റ്റ് ഇമാജിൻ. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള സൗണ്ട് അല്ല, മഫിൾഡ് ആണ്, പക്ഷെ കേൾക്കാൻ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ്. പിന്നെ ഇതിൽ സ്പോർട്സ് മോഡിൽ ഇടുമ്പോഴാണ് ബർബിൾസ് വരുന്നത്. ഐ തിങ്ക് അല്ലാതെ ഓടിക്കുമ്പോൾ ബർബിൾസ് ഉണ്ടാവില്ല. ബട്ട് ദി എക്സോസ്റ്റ് സൗണ്ട്സ് റിയലി സ്വീറ്റ്. ലൈക്ക് ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു നോട്ടല്ല, എന്നാൽ ഭയങ്കര മൈൽഡ് അല്ല. ലൈക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ടൈപ്പ് എക്സോസ്റ്റ് ആണ്. എൻലൈൻ ഹോട്ട് വീൽസിൻ്റെ മറ്റേ 2 വർഷം പോലെ ആയിരുന്നു തോന്നുന്നുണ്ട്. ഡ്രൈവിംഗ് സൈഡിലേക്ക് നമ്മൾ കയറിയേക്കാണ്. ഇനിയൊരു ഓപ്പൺ സ്ട്രെച്ച് കിട്ടുമെന്ന് എനിക്ക് വലിയ പിടുത്തില്ല. എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ബ്രേക്കിംഗ് എങ്ങനെയുണ്ട് വണ്ടിയുടെ? ബ്രേക്കിംഗ് ഭയങ്കര നല്ലതാണ് സത്യം പറഞ്ഞു. ഇതിന്റെ അല്ലേ സ്റ്റോക്കിൽ വരുന്ന ബ്രേക്ക് തന്നെ നല്ല ബൈറ്റുള്ള ബ്രേക്കാണ്. ശരി. സോ ഇത്രയ്ക്ക് ഒരു പെർഫോമൻസ് ഉള്ള ഒരു കാറിനെ ചവിട്ടിയാൻ നിർത്താനുള്ള ബ്രേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. പീപ്പിൾ അറ്റ് ഹ്യുണ്ടായി പ്ലീസ് ടേക്ക് സം നോട്ട്സ്. എന്റെ എൻലൈൻ ബ്രേക്ക് ഇല്ല. 80 പോകുമ്പോ ചവിട്ടിയ ബ്രേക്ക് നിൽക്കണ്ടടാ. വണ്ടി അനങ്ങണില്ല, വണ്ടി പൊക്കോണ്ടിരിക്കുക. വാട്ട് ഈസ് ദിസ്?
പ്ലീസ് ടേക്ക് സം നോട്ട്സ്. അത് ബാക്കി പോളോ GTI എങ്ങനെയായിരുന്നു ബ്രേക്കിംഗ് ഒക്കെ? പോളോ GTIന്റെ സ്റ്റോക്ക് ബ്രേക്സ് ഭയങ്കര മോശമായിരുന്നു. അപ്പൊ ഞാനത് മാറ്റി പോർഷേന്റെ 6 piston K സ്പോർട്ടിന്റെ ഫുൾ ബ്രേക്കിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോക്കിൽ വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സ്റ്റോക്ക് പവർ തന്നെ ഭയങ്കര ഷോക്കായിരുന്നല്ലേ? സ്റ്റോക്ക് പവർ എന്ന ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് റോട്ടറും മറ്റേ പാഡും മാറ്റും. നമ്മള് ഇത്രയും പവർ കൂട്ടിയത് വരെ ഞാൻ കാലിപ്പർ അടക്കം കംപ്ലീറ്റ് മാറി. ഓക്കെ 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 ഓക്കെ. വാവ്, നല്ല അടിപൊളി. ഗൈസ്, ഷിവലറി ഈസ് നോട്ട് ഡെഡ്. ഓക്കെ, നല്ല റോഡ് കിട്ടി. ലെറ്റ്സ് ഗോ. ഓക്കെ, oof, that was insane.